ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഈസി ടേസ്റ്റി ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ബോൺലെസ് ചിക്കനായിട്ട് എടുത്തിരിക്കുന്നത്. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് 3 സവാള സ്ലൈസ് ചെയ്തത്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 പച്ചമുളക്, 2 ടൊമാറ്റോ, കുറച്ച് കറി ലീവ്സ്, പിന്നെ നമുക്ക് വേണ്ടത് മെയിനായിട്ടുള്ളത് ഒരു മല്ലിയിലയാണ് കേട്ടോ. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പിന്നെ പറയാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ സവോള അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആവശ്യത്തിന് വേണ്ടി ഉപ്പ് ഇടുക കേട്ടോ. പിന്നെ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ടൊമാറ്റോ, ഇതെല്ലാം ചേർത്തൊന്ന് വഴറ്റിയെടുക്കണം. ഇതൊന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ആദ്യം വെച്ചിരുന്ന മല്ലിയിലയുണ്ടല്ലോ, മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് മിക്സിയിൽ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇതെങ്ങനെ ചേർക്കേണ്ടതെന്ന് പിന്നെ പറയാം. ഇത് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ട പൊടികളൊക്കെ ചേർക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ നമ്മൾ ചിക്കൻ മസാല ചേർക്കുന്നുണ്ട് കേട്ടോ, 1 ടീസ്പൂൺ ചിക്കൻ മസാല. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. അത് മറന്നു പോയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക, അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന നമ്മുടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ കൂടിയത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഇളം ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം കേട്ടോ. ഏകദേശം അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം. അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി യോജിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ചൂടുവെള്ളം കൂടെ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ബോൺലെസ് ചിക്കൻ ആയതുകൊണ്ട് നമുക്ക് ഒത്തിരി സമയം എടുക്കില്ല കേട്ടോ, വേഗം തന്നെ വെന്ത് കിട്ടും. അത്യാവശ്യം നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റായിട്ട് ഒരു സംഭവം കൂടെ നമ്മൾ ചേർക്കാറുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ തിക്കായിട്ടുള്ള തേങ്ങാപ്പാലാട്ടോ. ഇതാരും മിസ് ചെയ്യരുത്, ഇതിൻ്റെ അകത്ത് മസ്റ്റാണ്. അപ്പോൾ അതും കൂടെ നമ്മൾ ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുക. തേങ്ങാപ്പാൽ വെച്ചതിന് ശേഷം നമ്മൾ തിളപ്പിക്കാൻ പാടില്ല കേട്ടോ, ഒന്ന് ചൂടാക്കിയെടുക്കാനേ പാടുള്ളൂ. അപ്പോൾ തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മളൊന്ന് ചൂടാക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി. ഇത് കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.